السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: ألا وإن في الجسد لمضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാർ, ഉമ്മമാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം റമളാനുകൾ ഒരുപാട് കർമ്മങ്ങളോടുകൂടി സ്വീകരിക്കാനുള്ള തൗഫീഖിന് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അനുഷ്ഠിച്ച നോമ്പുകളും ഓതിയ ഖുർആൻ പാരായണങ്ങളും നാം ചെയ്ത ദാനധർമ്മങ്ങളും നാം പങ്കെടുത്ത ഇൽമിൻ്റെ മജ്ലിസുകളൊക്കെ അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയ വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ, അതുപോലെ ഈ മഹല്ലിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളും അല്ലാഹു എല്ലാവരുടെയും ബർസഖി ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. മരിക്കുന്ന സമയം കാമിലായ ഈമാനോടുകൂടെയുള്ള മരണം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ ധാരാളം അവയവങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റുന്നതും ചിലത് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്തതുമായ ധാരാളം അവയവങ്ങളുണ്ട്. ബാഹ്യമായും ആന്തരികമായും ധാരാളം അവയവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അവയവങ്ങളിലെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള കണ്ണിനെ സംബന്ധിച്ച്, നാവിനെ സംബന്ധിച്ച്, കൈകാലുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു പഠനം നടത്തിയാൽ തന്നെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയോ കൈകാലുകളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോവുകയോ സംസാരശേഷി നഷ്ടപ്പെടുകയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരാളും മരിക്കാറില്ല. കണ്ണിൻ്റെ പ്രവർത്തനം കണ്ണ് അവസാനിപ്പിച്ചു, നോട്ടം കണ്ണ് നിർത്തിവെച്ച് എന്നുള്ളത് കൊണ്ട് ഒരാളും മരണപ്പെട്ടു പോയിട്ടില്ല. അതേ സ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണല്ലോ ഖൽബ് അഥവാ ഹൃദയം. അതിൻ്റെ പ്രവർത്തനം നിലച്ചുപോയാൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ നല്ല രൂപത്തിൽ സംരക്ഷിക്കാറും ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ഒരു പല്ല് കേടുവരികയോ അല്ലെങ്കിൽ പല്ലിന് വേദന അനുഭവപ്പെടുകയോ ചെയ്താൽ നാം നമ്മുടെ വീട്ടിലുള്ള മരുന്നുപയോഗിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണാറുണ്ട്. ഡോക്ടർമാരുടെ അടുക്കലേക്ക് നമ്മൾ പോയിക്കൊള്ളണം എന്നില്ല. വേദന വീണ്ടും വന്ന് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിക്കാറുണ്ട്. അതേ സ്ഥാനത്ത് പല്ലുവേദന എന്ന് പറയുന്നത് നല്ല വേദന തന്നെയാണ്. എന്നാൽ പോലും ചിലപ്പോൾ ഡോക്ടറുടെ അടുക്കലേക്ക് നമ്മൾ പോകാറില്ല എങ്കിലും നമ്മുടെ ഹൃദയത്തിന്, ഹാർട്ടിന് ഒരു വേദന വന്നു എന്നറിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ അരികിലേക്ക് നമ്മളെയും കൊണ്ട് നമ്മുടെ വേണ്ടപ്പെട്ടവർ ഓടുകയാണ്. കാരണം അതിൻ്റെ വേദന ചെറുതാണെങ്കിലും അത് ക്ഷമിച്ചും സഹിച്ചും നിന്നാൽ ചിലപ്പോൾ നാം അതോടുകൂടെ ഭൗതികമായ ലോകത്ത് നിന്ന് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് തന്നെയാണ് ഹാർട്ട് സംബന്ധമായി, ഹൃദയം സംബന്ധമായി എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് നമ്മൾ ഡോക്ടർമാരെ സമീപിക്കുകയും അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് മെഡിസിൻ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. കാരണം അല്ലാത്ത പക്ഷം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ ആകമാനം പ്രയാസത്തിൽപ്പെട്ടു പോകും. ഇത് നാം സാധാരണ അറിയുന്ന ഒരു കാര്യമാണ്.
ഭൗതികമായ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വേദന ഹൃദയത്തിന് വരുമ്പോഴേക്ക് അല്ലെങ്കിൽ രോഗം വരുമ്പോഴേക്ക് നമ്മൾ അതിനെ ചികിത്സിക്കുന്നു എങ്കിൽ ഈ ലോകത്തുള്ള സർവ്വ ഡോക്ടർമാർ പരിശ്രമിച്ചാലും കണ്ടെത്താൻ കഴിയാത്ത ചില രോഗങ്ങൾ ഹൃദയത്തിന് വരാനുണ്ട്. ആ രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിന് പിടികൂടിക്കഴിഞ്ഞാൽ നാം വളരെയധികം നീചന്മാരായി മാറുകയാണ് ചെയ്യുന്നത്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് മനുഷ്യത്വമില്ലാത്ത ആളുകൾ എന്നൊക്കെ. നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന ആ വളരെ പ്രധാനപ്പെട്ട അവയവം, അതിനെ ഒരു ഡോക്ടർക്കും കണ്ടെത്താൻ കഴിയാത്ത ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ജനങ്ങളാൽ നമ്മൾ വില കുറഞ്ഞവരായി മാറുകയാണ്. ജനങ്ങൾ നമ്മളെ വെറുത്തു പോവുകയാണ്. അതേ സ്ഥാനത്ത് നമുക്ക് ഭൗതികമായ രൂപത്തിലുള്ള രോഗങ്ങളാണ് വന്നതെങ്കിൽ ജനങ്ങൾ നമ്മോട് സഹകരിക്കുകയും ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മളോടുകൂടെ നിൽക്കുകയും ചെയ്യുന്നവരായിരിക്കുമെങ്കിൽ ഈ പറയപ്പെടുന്ന കാണാത്ത ചില രോഗങ്ങളുണ്ട് കൽബിനും. അത് നമ്മുടെ ശരീരത്തിന് കൽബിന് പിടിപെട്ട് കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ നമ്മൾ വെറുത്തുപോകും. അങ്ങനത്തെ ചില രോഗങ്ങളുണ്ടോ? ഈ കൽബ് നന്നായി കഴിഞ്ഞാൽ നാം ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും നന്നാവുന്നതാണ്. ആ കൽബെങ്ങാനും കേടുവന്നു പോയാൽ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും കേടുവന്നു പോകും. ഞാനിത് എൻ്റെ വക പറയുന്നതല്ല, മറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അലാ വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, അലാ വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അറിയണം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് എന്നുള്ളതാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സ്വലുഹത് സ്വലഹൽ ജസദു കുല്ലുഹു. ആ മാംസകഷ്ണം നന്നായാൽ അവന്റെ ശരീരമാകമാനം നന്നാകുന്നതാണ്, ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നന്നാകുന്നതാണ്. എന്നിട്ട് പറയുന്നു, വൈദാ ഫസദത്ത്, ആ മാംസകഷ്ണമെങ്ങാനും കേടുവന്നു പോയാൽ, ചീത്തയായാൽ, ഫസദൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും കേടുവന്നു പോകുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, അറിയണം, അറിയണം, അതേതാണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം എന്ന് പറയുന്നത്. ആ മനുഷ്യ ശരീരത്തിലുള്ള ഹൃദയം അഥവാ ഹാർട്ട്, നമുക്കറിയാം നമ്മുടെ കൽബ്, ആ ഹൃദയം കൽബ് ശുദ്ധിയായിട്ടില്ല എങ്കിൽ മനുഷ്യ നീ ചീത്തയായി പോയി എന്നുള്ളതാണ്. അതെങ്ങാനും നന്നായിട്ടുണ്ടെങ്കിൽ മനുഷ്യ നീ നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ഒരവസ്ഥയുള്ള കൽബ് നമുക്ക് വേണം. അതിന് നമ്മൾ നല്ലവണ്ണം അധ്വാനിക്കണം. കാരണം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മളെ ഹൃദയം എന്ന് പറയുന്നത് നിമിഷങ്ങളെ കൊണ്ട് മാറി മറിയുന്ന ഒരു ചിന്താഗതിയാണ് അതിന്. ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആ തീരുമാനം വേണ്ട അല്ലെങ്കിൽ മാറ്റാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പറയാറുണ്ട്, നാം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ഉറച്ച തീരുമാനത്തിലായിരിക്കണം എടുക്കേണ്ടത് എന്നുള്ളത്. അല്ലാതെ എക്കാച്ചക്കായ രൂപത്തിലാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരത്തിലുള്ള ആ പ്രധാനപ്പെട്ട അവയവത്തിന് ചില രോഗങ്ങൾ കടന്നു വരാനുണ്ട്. ബാഹ്യമായ രോഗങ്ങളല്ലാത്ത ചില രോഗങ്ങൾ, അതിൽ ധാരാളം രോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില രോഗങ്ങളാണ് അസൂയ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ കിബ്ർ എന്ന് പറയുന്നത്, റുജ്ബ്, റിയാ, ഹിഖ്ദ് എന്നൊക്കെ പറയുന്ന വളരെ മാരകമായ രോഗങ്ങൾ കൽബിന് പിടിപെടാനുണ്ട്. അതെങ്ങാനും നമ്മുടെ കൽബിന് പിടിപെട്ടു കഴിഞ്ഞാൽ നാം വളരെയധികം നീചന്മാരായി, മോശക്കാരായി മാറുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലവരാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, നല്ലവരായി മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കൽബ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. അത് നന്നാവാത്ത പക്ഷം കാലത്തോളം നമ്മൾ മോശക്കാരായി മാറുകയാണ്. നോക്ക് നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു അടിമയുടെ ഹൃദയത്തിൽ രണ്ടു കാര്യങ്ങൾ സമ്മേളിക്കുകയില്ല, ഒരുമിച്ച് കൂടുകയില്ല എന്ന്. അഥവാ ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുകയില്ല എന്നുള്ളതല്ല, മറിച്ച് ഒരു അടിമയുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല രണ്ടു കാര്യങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല എന്ന്. എന്താ പറയുന്നത്? ലാ യജ്തമിആനി ഖൽബു അബ്ദിൻ, ഒരു അടിമയുടെ ഹൃദയത്തിൽ അല്ലാഹു തആല പറയുന്നു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ, ഒരു അടിമയുടെ ഹൃദയത്തിൽ രണ്ടു കാര്യങ്ങൾ ഒരുമിച്ച് കൂടുകയില്ല. എന്നിട്ട് പറയുന്നു, ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? അൽ ഈമാനു വൽ ഹസദു, ഈമാൻ എന്ന് പറയുന്നതും അസൂയ എന്ന് പറയുന്ന ഈ രണ്ടു കാര്യങ്ങൾ ഒരു അടിമയുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ, ഈമാനുള്ള ആളിൽ നിന്ന് അസൂയ പുറത്തു വരികയില്ല, അസൂയ ഉണ്ടാവുകയില്ല. അസൂയ ഉള്ള ആളിൽ ഈമാൻ പൂർണ്ണമാവുകയും ഇല്ല എന്നുള്ളതാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലുള്ള ആ പ്രധാനപ്പെട്ട അവയവത്തിന് നാം ഒരിക്കലും കാണാത്ത ചില രോഗങ്ങളുണ്ട്. പക്ഷേ ആ രോഗങ്ങൾ കാണാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ചില പ്രവർത്തനങ്ങളിലൂടെ അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്.
അങ്ങനത്തെ രോഗങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം അതിന് പരിഹാരം കാണണം, അതിന് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതിന് നമ്മുടെ ഭൗതികമായ ലോകത്തുള്ള ഒരു ചികിത്സാ രീതിയും അതിന് പരിഹാരം അല്ല. അഥവാ മെഡിസിനുകൾ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ഒരു മെഡിസിനും ഭൗതികമായ മെഡിസിൻ അതിന് പരിഹാരമല്ല. മറിച്ച് അതിന് പരിഹാരം ഏതാണെന്ന് മഹാന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖൽബിന്റെ രോഗങ്ങൾ പൂർണ്ണമായി മാറണമെങ്കിൽ അതിന് ഒരു അടിമ, ഒരു വിശ്വാസി എങ്ങനെയാണ് അതിനെ കാണേണ്ടത്, ഏത് രൂപത്തിലാണ് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ, അഥവാ നമ്മുടെ ഖൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറഞ്ഞ് 5 കാര്യങ്ങളാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അതിലൊന്നാമത് പറയുന്നു ഫതിലാവത്തുൻ, വിശുദ്ധമായ ഖുർആനിന്റെ പാരായണമാണ്. വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ആ ഖുർആനിന്റെ പാരായണം തന്നെ ബിതദബ്ബുരിൽ മഅന, അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും ചിന്തിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് പരിഹാരമായി മഹാന്മാർ രേഖപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധമായ ഖുർആൻ ഇതിനൊരു മരുന്നാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ രോഗമുള്ള ആളുകൾക്ക് വിശുദ്ധമായ ഖുർആൻ വല്ലാതൊന്നും പാരായണം ചെയ്യാൻ സാധ്യമല്ല. നിരന്തരം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഖൽബിന് അങ്ങനത്തെ രോഗം വന്നു എന്നറിയുമ്പോൾ, വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ അതിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ നമ്മൾ വിശുദ്ധമായ ഖുർആൻ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ഇതാണ് ഒന്നാമത് മഹാന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതെങ്കിൽ, രണ്ടാമത് പറയുന്നുണ്ട് വലിൽ ബത്നിൽ ഖലാ, നമ്മുടെ വയറ് കാലിയാക്കുക എന്നുള്ളതാണ്. ഇവിടെ വിശാലമായിട്ട് പറയേണ്ട ചില വിഷയങ്ങളാണ് വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം എന്ന് പറയുന്നത്. സമയം കൂടുതലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഖുർആൻ അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള പാരായണമാണ്. അത് അറിയുക, ചില നമ്മൾ പറയും എങ്ങനെ നമുക്ക് ഖുർആൻ ഓതാൻ തന്നെ പ്രയാസമാണ്, പിന്നെ അതെങ്ങനെ അർത്ഥം അറിഞ്ഞു ഓതുക. അത് അറിയുന്നില്ല എങ്കിൽ നാം അത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പ്രസ്ഥാനം റൗദത്തുൽ ഖുർആൻ എന്ന പേരിലൊക്കെ വളരെ വിപുലമായ രൂപത്തിൽ ചില പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ പങ്കെടുത്തുകൊണ്ട് ഖുർആനിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി നാം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഖുർആൻ നമുക്ക് അറിയൂല എങ്കിൽ, അർത്ഥം അറിയൂല എങ്കിൽ, നാം അറിയുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് ഓതാതിരിക്കരുത്. നമ്മൾ ഓതേണ്ടതുണ്ട്. ഖുർആൻ തന്നെ ഓതാൻ അറിയില്ല എങ്കിൽ നാം ആ ഖുർആൻ, നമ്മുടെ വീട്ടിലുള്ള ഖുർആൻ എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ച് ഓടുകൂടെ അതെടുത്ത് കയ്യിൽ പിടിച്ച് ഓരോരോ വരിയിലൂടെ നമ്മുടെ കൈവിരലുകളെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. ഇങ്ങനെ നാം ഖുർആനോടുള്ള ബന്ധം നമ്മൾ തുടരുകയാണ്. അങ്ങനെ തുടർന്നാൽ, അത് പാരായണം ചെയ്താൽ നമ്മുടെ ഹൃദയത്തിന്റെ, നമ്മൾ പറഞ്ഞ രോഗങ്ങൾ, അത് പരിഹാരത്തിന് അതൊരു കാരണമാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയാക്കുക എന്നുള്ളതാണ്. വയറ് കാലിയാക്കിയിട്ടില്ല എങ്കിൽ ഹൃദയം, ഒരുപാട് പ്രശ്നങ്ങളാണ് ഹൃദയത്തിന് വരാനിരിക്കുന്നത്. നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നന്മകൾ ചെയ്യാൻ വളരെയധികം പ്രയാസമാണ്. വിശുദ്ധമായ റമദാൻ 15 ആയി. നോക്കൂ നിങ്ങൾ, ഈ റമദാനിൽ നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചു അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ നോമ്പനുഷ്ഠിച്ചു. നമ്മൾ പ്രദോഷമായപ്പോൾ മഗ്രിബ് ബാങ്ക് വിളിച്ചപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു. ആ നോമ്പ് തുറക്കലോട് കൂടെ നമ്മൾ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ആ രാത്രി തന്നെ നമുക്ക് നന്മകൾ നഷ്ടപ്പെട്ട രാത്രികളായി മാറും. കാരണം നമുക്ക് മഗ്രിബ് നിസ്കരിക്കാൻ പ്രയാസം, സുന്നത്ത് നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഇശാ നിസ്കരിക്കാനും അതിന്റെ സുന്നത്തുകൾ നിർവഹിക്കാനും തറാവീഹ് നിസ്കരിക്കാനും ഒക്കെ നമുക്ക് തടസ്സമാണ് വയറ് കാലിയായിട്ടില്ല എങ്കിൽ. വയറ് വലിയ വയറായി ധാരാളം ഭക്ഷണങ്ങൾ കഴിച്ചാൽ നന്മകൾ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല, ഖുർആൻ ഓതാൻ സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ ഹൃദയത്തിന് പല രോഗങ്ങളും കടന്നു വരികയാണ്. നന്മകൾ ചെയ്യാതിരിക്കുമ്പോൾ ഹൃദയത്തിന് രോഗങ്ങൾ കടന്നുകൂടും. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുന്നിടത്ത് ധാരാളം കഴിക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പുകാലമായാലും ഒഴിവില്ലാതെ ജോലി ചെയ്ത് ക്ഷീണിച്ച് നോമ്പ് തുറന്ന്, അതുപോലെ തന്നെ മഗ്രിബ് നിസ്കരിച്ച് സുന്നത്തും ഖുർആനും ഒക്കെ ഓതി ഇശാഉം നിസ്കരിച്ച് അതിന്റെ സുന്നത്തുകളും നിസ്കരിച്ച് തറാവീഹും നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ധാരാളം ഭക്ഷണം കഴിക്കൂല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനമായ ഒരു കാരണം. നമ്മൾ ധാരാളം ഭക്ഷണം കഴിക്കുന്ന ഒരു ജോലിക്കും പോകുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ട് പോലും നമ്മൾ തളർന്നു പോവുകയാണ്. അതാ പറഞ്ഞത് വലിൽ ബത്നിൽ ഖലാ, വയറ് നമ്മൾ കാലിയാക്കണം. അത് കാലിയാക്കുമ്പോഴാണ് ഹൃദയം ശുദ്ധിയാവുക.
അത് കാലിയാക്കാതെ നിറച്ചാൽ നന്മകൾ ചെയ്യാതിരിക്കുകയും അതോടുകൂടെ നമ്മുടെ ഹൃദയം കേടുവന്നു പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വയറു കാലിയാക്കണം എന്ന് പറഞ്ഞാൽ തീരെ ഭക്ഷണം കഴിക്കണ്ട എന്നല്ല, അമിതമായി ഭോജിക്കാതിരിക്കുക, അമിതമായ ഭക്ഷണം നാം കഴിക്കാതിരിക്കുക. പിന്നെയോ മൂന്നാമത് പറയുന്നു വഖിയാമു ലൈലിൻ, രാത്രിയിലെ നിസ്കാരത്തെക്കുറിച്ചാണ്, അഥവാ തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ ഖൽബിന്റെ രോഗങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും എന്നുള്ളതാണ്. പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കാൻ ധാരാളം ആളുകൾ മടിയന്മാരാണ്. വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് നിർവഹിക്കുക എന്നുള്ളത്. നമ്മൾ വിശുദ്ധമായ റമദാൻ ശരീഫ് വരുമ്പോൾ അത്തായം കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് നാം ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും. അതിൻ്റെ പ്രധാനമായി നമ്മുടെ ലക്ഷ്യം തഹജ്ജുദ് നിസ്കാരം അല്ല, നമ്മൾ അത്തായം കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തായത്തിന് എഴുന്നേൽക്കുന്ന നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ നോമ്പ് റമദാൻ അല്ലെങ്കിലും ആണെങ്കിലും നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക. അത് നിർവഹിക്കുന്ന ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുന്നത് അങ്ങനെയാണ്, തഹജ്ജുദ് നിസ്കാരം നിത്യമായി നിർവഹിക്കുന്ന ആളുകൾ അവർക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാം. അതുമാത്രമല്ല, ധാരാളം മഹത്വങ്ങൾ തഹജ്ജുദ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വഖിയാമുൽ ലൈലിൻ, തഹജ്ജുദ് നിസ്കാരം നമ്മൾ ദായിമാക്കുക, നിത്യമായും തഹജ്ജുദ് നിസ്കാരം നമ്മൾ നിർവഹിക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി തരികയാണ്. നാലാമത് പറയുന്നു വതളർറു ബിസ്സഹർ, അത്തായ സമയത്തുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ചില പ്രധാനപ്പെട്ട ചില സമയങ്ങളുണ്ട്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങളുടെ പിറകിലായിട്ടുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ പതിരാ സമയത്തുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള പ്രാർത്ഥനക്കൊക്കെ വലിയ ഇജാബത്തുണ്ട് എന്ന് മഹത്തുക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തായ സമയത്ത് നമ്മൾ റമദാനിൽ എഴുന്നേറ്റ് അത്തായം കഴിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, അവിടെ ഇരുന്ന് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം. ആ ചോദ്യം, ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യണം, പടച്ചോനെ ഹൃദയം ശുദ്ധിയാക്കി തരണം, സർവ്വ രോഗങ്ങളിൽ നിന്നും ഹൃദയത്തിന് സംരക്ഷണം നൽകണം എന്ന് ആ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം ശാന്തമാവുകയും സംശുദ്ധമാവുകയും രോഗങ്ങൾ സുഖപ്പെടുകയും ചെയ്യുകയാണ്. 4 കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. 5ാമത് മഹാന്മാർ പറയുന്നത് കാണുന്നു, വമുജാലസാത്തുസ് സ്വാലിഹീനൽ ഫുളലാ, വമുജാലസാത്തുസ് സ്വാലിഹീനൽ ഫുളലാ, നമ്മുടെ കൂട്ടുകെട്ട് അത് സ്വാലിഹീങ്ങളോടുകൂടെ ആയിരിക്കുക. അവരോട് കൂടെയായിരിക്കണം നമ്മൾ സംഗമിക്കേണ്ടത്, അവരോട് കൂടെയാണ് നാം ഇടപെടേണ്ടത്. കാരണം ആ സ്വാലിഹീങ്ങളായ ആളുകൾ, അവരോടുകൂടെ നമ്മൾ കൂട്ടുകൂടുമ്പോൾ, അവർ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മയിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കും. അവർ നന്മകൾ ചെയ്യുമ്പോൾ, അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരോട് കൂടെ അറിയാതെ തന്നെ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ ഒരു മജ്ലിസ് നടക്കുന്നുണ്ട്, ആ മജ്ലിസിലേക്ക് അവർ എത്തുകയാണ്. കാരണം അവന്റെ ബന്ധം ആരോടുകൂടെയാണ്? സ്വാലിഹീങ്ങളായ ആളുകളോട് കൂടെയാണ്. അതാണ് മഹാന്മാർ അവിടെ പറഞ്ഞത്, എന്റെ കൂട്ടുകെട്ട് അത് സ്വാലിഹീങ്ങളോടുകൂടെയായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ രോഗങ്ങൾ പൂർണ്ണമായി സുഖപ്പെടുകയാണ്, നീ നല്ലൊരു മനുഷ്യനായി മാറുകയാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ മഹാന്മാർ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നാൽ, കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്താൽ, നമ്മുടെ ഹൃദയത്തിന്റെ രോഗങ്ങൾ അല്ലാഹു തആല പൂർണ്ണമായി മാറ്റിത്തരുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം, നമ്മുടെ വിശുദ്ധമായ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ നമ്മുടെ നോമ്പ്, ഇതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ നാം മനസ്സിലാക്കി വെക്കണം, നാം നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ധരിച്ച വസ്ത്രത്തിലേക്കല്ല നോക്കുന്നത്, നമ്മുടെ കോലത്തിലേക്കോ രൂപത്തിലേക്കോ അല്ല അല്ലാഹു തആലാന്റെ നോട്ടമുള്ളത്, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വസ്ത്രമല്ല നമ്മളുടെ ഖൽബ് നന്നായിട്ടുണ്ട് എന്നതിന്റെ അടയാളം.
നമ്മുടെ രൂപമല്ല നമ്മുടെ ഖൽബ് നന്നായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം, മറിച്ച് നമ്മുടെ ഖൽബ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയം ശുദ്ധീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നന്നാവണമെന്ന് നല്ല മോഹം നമുക്ക്, നന്നാവണം എന്ന ചിന്തയില്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അതേ സ്ഥാനത്ത് നന്നാവണം എന്ന ചിന്തയും ആഗ്രഹവും ധാരാളം ആളുകൾക്കുണ്ട്. നമ്മളൊരു വഅദ് കേട്ടു, നമ്മൾ പള്ളിയിൽ അല്ലെങ്കിൽ നമ്മുടെ മഹദറത്തുൽ ബദരിയയിൽ അല്ലെങ്കിൽ പ്രഭാഷണ പരമ്പരയിൽ നല്ല പ്രഭാഷണം നമ്മൾ കേട്ടു, നരകത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഇങ്ങനെ വഅദ്, മനസ്സിൽ തട്ടിയുള്ള വഅദ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, പഠിച്ചോനെ എനിക്ക് നന്നാവണം, എനിക്ക് നന്നാവണം, എൻ്റെ ഇതുവരെയുള്ള കളിതമാശകൾ അവസാനിപ്പിച്ച് എനിക്ക് നല്ലവനാവണം, നല്ലവനാവണം എന്ന് ചിന്തിക്കുന്നവർ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, പഠിച്ചോനെ ഞാൻ എത്ര ഹറാം ചെയ്തു, എൻ്റെ മൊബൈലിൽ ഞാൻ എത്ര ഹറാം കണ്ടു, എൻ്റെ കൈകാലുകളെ കൊണ്ട് എത്ര ഹറാം ചെയ്തു, എൻ്റെ നാവ് കൊണ്ടും കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഞാൻ എത്ര ഹറാം ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ ഹറാമിൽ നിന്നും പിന്മാറണം, തൗബ ചെയ്യണം. ഇനി എൻ്റെ മൊബൈലിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്നും ഞാനൊരു ഹറാം കാണൂല, ഒരു ഹറാമും തന്നെ ഞാൻ ഷെയർ ചെയ്യൂല, ഒരാളെയും ഞാൻ ബുദ്ധിമുട്ടാകൂല എന്ന് തീരുമാനിച്ച് നമ്മൾ ആ വഅദിന്റെ മജ്‌ലിസിൽ നിന്ന് പുറത്തു വന്ന് വീട്ടിൽ വന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ്, പഠിച്ചോനെ എന്തൊരു ഭയാനകമാണ് ലോകം, എന്തൊരു ഭയാനകമാണ് മരണം എന്ന് പറയുന്നത്, എന്തൊരു ഭയാനകമാണ് ആ നരകമെന്ന് പറയുന്നത്, എന്തൊരു ഭയാനകമാണ് പരലോകമെന്ന് പറയുന്നത്, എന്തൊരു ഭയാനകമാണ് സിറാത്ത് പാലം കടക്കുക എന്ന് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നന്നാവണമെന്ന് ചിന്തിച്ച് മൊബൈൽ എടുത്തുകൊണ്ട് മൊബൈലിലുള്ള യൂട്യൂബ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചാൽ, മൊബൈൽ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ മൊബൈലിൻ്റെ യൂട്യൂബിൻ്റെ നമ്മൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുകയാണ്, നമ്മളത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഒരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത കടന്നു വരികയാണ്. ഇബ്ലീസ് നമ്മുടെ ഖൽബിലേക്ക് ചിന്തയിട്ട് തരികയാണ്. ഇബ്ലീസ് ഇങ്ങനെ തോന്നിപ്പിക്കും, എന്തിനാണത് കളയുന്നത്, അത് കളയേണ്ടതില്ലല്ലോ, നന്നാവാനാണോ, നന്നാവാൻ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്, ഈ യൂട്യൂബ് കളയണമെന്നില്ലല്ലോ, അതിൽ ധാരാളം നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, ധാരാളം വഅദുകളുണ്ടല്ലോ, ധാരാളം ദിക്റിന്റെ മജ്‌ലിസുകളുണ്ടല്ലോ, നിനക്ക് അത് കേട്ടുകൂടെ, അത് കേട്ട് നിനക്ക് നന്നായി കൂടെ, ഈ യൂട്യൂബ് കളഞ്ഞാൽ നിനക്ക് അതൊന്നും കേൾക്കാൻ സാധ്യമല്ലല്ലോ, അതുകൊണ്ട് ഹറാം കാണണ്ട എന്ന് തീരുമാനിച്ചാൽ പോരെ, നീ അത് കാണണ്ട, പക്ഷെ യൂട്യൂബിനെ കളയണ്ട, ഇൻസ്റ്റാഗ്രാമിനെ കളയണ്ട എന്ന് നിന്നോട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ ഇട്ട് തരും. അപ്പൊ നമുക്ക് തോന്നുന്നത് ശരി തന്നെയാണല്ലോ, യൂട്യൂബ് എന്തിനാ കളയുന്നത്, കാരണം അതിൽ ധാരാളം നന്മകളുണ്ടല്ലോ, അത് കളയേണ്ടതില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങനെ യൂട്യൂബ് നമ്മൾ കളയാതെ നമ്മൾ വെക്കുന്നു. ഏതാനും ചില ദിവസങ്ങൾ നമ്മളിങ്ങനെ ശ്രദ്ധയോടുകൂടെ ജീവിക്കുമ്പോൾ അതാ ഇബ്ലീസ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതേത് രൂപത്തിലാണ്, അതേ മൊബൈലിൽ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെർച്ചിൽ നമ്മൾ മുമ്പ് ചെയ്തു വെച്ചിരുന്ന പലതും ഉണ്ടാകും. അതൊക്കെ ചിലപ്പോൾ പൊതുവെ യൂട്യൂബിൻ്റെ ഒരു നാം ശ്രദ്ധിക്കേണ്ട ടെക്നോളജിയുടെ വികാസം അങ്ങനെയാണ്. നാം എന്താണോ സെർച്ച് ചെയ്ത് മുമ്പ് വെച്ചിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് കൂടുതൽ നമ്മുടെ അതേ മുമ്പിലേക്ക് അത് യൂട്യൂബ് നമുക്ക് നൽകും. കാരണം നമ്മളൊരു സിനിമയാണ് നമ്മൾ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്തതെങ്കിൽ ആ കാണുന്ന സമയത്ത് അത് നമുക്ക് ചിലപ്പോൾ മുമ്പിൽ അത് കാണാം. നമ്മളത് കളഞ്ഞു, നമ്മൾ കണ്ടതിൻ്റെ ശേഷം അത് ഒഴിവാക്കി പിന്നീട് നമ്മൾ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് സിനിമയുമായി ബന്ധമുള്ള കാര്യങ്ങളായിരിക്കും. അതാണ് സെർച്ച് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ടെക്നോളജിയുടെ വികാസം എന്ന് പറയുന്നത്. വയലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ നന്മകളാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴും അതിങ്ങനെ മുന്നോട്ട് വരും. അപ്പം നമ്മളൊരു സിനിമ നമ്മൾ കണ്ടു, ഒരു കോമഡി നമ്മൾ കണ്ടു, നമുക്ക് പേടി, പഠിച്ചോനെ ഞാനിത് കണ്ടുപോയല്ലോ, നമ്മൾ റബ്ബിനോട് തൗബ ചെയ്തു, നമ്മളത് മൊബൈലിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്തു, നമ്മൾ ഒഴിവാക്കി. പക്ഷേ നമ്മൾ അടുത്ത ടൈമിൽ നമ്മൾ ഈ മൊബൈലിലൂടെ നമ്മൾ അത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴും വീണ്ടും നമ്മൾ കാണാനിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പം നമുക്കിങ്ങനെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിമിഷങ്ങളെ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നാം ആ യൂട്യൂബ് ഒന്ന് തുറന്ന് അപ്പം അതിൽ നമ്മൾ കാണുന്ന നോക്കുക എന്ന് കരുതി നമ്മളൊന്ന് ഓപ്പൺ ചെയ്യും. വീണ്ടും അതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്തതിലേക്ക് നമ്മൾ അതിനേക്കാളും രസകരമായ പരിപാടി വരും, വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ വ്യതിചരിച്ചു പോവുകയാണ്. ഇബ്ലീസ് നമുക്ക് ചെയ്തു തരുന്നൊരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ഒരു തീരുമാനമെടുക്കുമ്പോൾ ഉറച്ച തീരുമാനമായിരിക്കണം. ആ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇബ്ലീസ് നമ്മൾ ഒരിക്കലും നന്നാക്കണമെന്ന് ഉദ്ദേശിക്കൂല, നമ്മൾ നന്നാവണമെന്നുള്ള ഉദ്ദേശം ആ ഇബ്ലീസിന് ഉണ്ടാകൂല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലത്തെ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ഉണ്ടാവേണ്ടതുണ്ട്, നമ്മൾ സുരക്ഷിതരാവേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഖൽബിന്റെ രോഗങ്ങളാണ്, ആ രോഗങ്ങൾക്കുള്ള പ്രതിവിധികൾ നമ്മൾ പറഞ്ഞു.
ഇനിയും നിങ്ങൾ നോക്ക്, മഹാന്മാർ പറയുന്നുണ്ട്, ഖൽബിന്റെ രോഗങ്ങൾ മാറാൻ ചെയ്യേണ്ട അഥവാ തെറ്റുകളിൽ നമ്മളിങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ഖൽബ് മോശമായി പോവുകയാണ്, ഖൽബ് കേടുവന്നു പോവുകയാണ്. അതുകൊണ്ട് ഖൽബ് നന്നാവണോ, നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യം, തെറ്റിനാലുള്ള വരും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം, അതിന്റെ വിപത്തുകൾ നമ്മൾ ഓർത്തെടുക്കാം. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്ന വിപത്തുകളെ നമ്മളൊന്ന് കാലയെ കൂട്ടി നമ്മളൊന്ന് ഓർത്തെടുക്കുക. അഥവാ ഞാൻ പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ ഏതോ ദുർബല നിമിഷത്തിൽ നമ്മൾ തമ്മാടിത്തരം ചെയ്തു, നാം മദ്യപിച്ചു, കളവ് നടത്തി, മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തു. ജീവിതത്തിൽ ഒരൊറ്റ തവണ ഞാൻ അത് ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ തവണ നമ്മൾ അത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ജീവിതാന്ത്യം വരെ അത് നമ്മളെ വിടാതെ പിടികൂടും. അഥവാ നാം ചെയ്ത തെറ്റുകൾ ജനങ്ങൾ അറിഞ്ഞാൽ, പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ മരണം വരെ അതെന്നെ പിടികൂടുന്നതാണ്. ഏതുപോലെ നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കളുടെ പെൺമക്കളുടെ വിവാഹം വന്നു, ആൺകുട്ടികൾ വിവാഹ അന്വേഷണങ്ങൾ നടന്നു. അങ്ങാടിയിൽ വന്ന് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകളോട് ചോദിക്കും, ഇന്നാലിന്ന വീട്ടുകാരൻ ഇന്നാലിന്ന കുടുംബ പേര് പറഞ്ഞ് ആ വീട്ടിലുള്ള വീട്ടുകാരന്റെ മകളെ വിവാഹം അന്വേഷിക്കാൻ വന്നതാണ്, അവിടുത്തെ മകന്റെ വിവാഹം അന്വേഷിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ നാട്ടുകാർ പറയുന്നൊരു വാക്കുണ്ടാകും, അദ്ദേഹം കള്ളുകുടിയനാണ്, മക്കൾ കുഴപ്പമൊന്നുമില്ല, മക്കളൊക്കെ ഉഷാറ, പക്ഷെ വാപ്പ കള്ളുടിക്കുന്ന ആളാണ്. എന്താ പറഞ്ഞത്? ഒരൊറ്റ തവണ സംഭവിച്ചതാ, ആരോ നിർബന്ധിച്ച് പിടിച്ചു കൊണ്ടുപോയി കുടിപ്പിച്ചതാ. പക്ഷേ ജീവിതാന്ത്യം വരെ ആ പേര് നോക്ക് നിങ്ങൾ. ഒരു അന്യ സ്ത്രീയുമായി അന്യപുരുഷൻ, അല്ലെങ്കിൽ അന്യപുരുഷനുമായി അന്യ സ്ത്രീ ചാറ്റിങ്ങോ ചീറ്റിങ്ങോ നടത്തി, മൊബൈലിലൂടെ ഫോൺ വിളിക്കുകയോ മോശമായ കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു. അത് പിടിക്കപ്പെടുമ്പോൾ ആലോചിക്കണം, നമ്മൾ ഇന്ന് കൂടുതൽ ട്രെൻഡായി നിൽക്കുന്ന ഒരു കാര്യമാണത്. അത് പിടിക്കപ്പെടുന്ന സമയം ആലോചിച്ച് നോക്കിയാണെങ്കിൽ നമുക്കൊരു ഭർത്താവുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അതുപോലെ അതിനേക്കാൾ പ്രാധാന്യമുള്ള മാതാപിതാക്കൾ നമുക്കുണ്ട്. ഒരാളെ മുമ്പിലും ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെ 50, 60, 70, 80, 90 കൊല്ലം ജീവിച്ച നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ അടക്കം വഷളാക്കും നമ്മളെ കാരണം കൊണ്ട്. കാരണം ഭർത്താവിനോടുള്ള കൂടെയുള്ള ജീവിതം അവസാനിക്കുന്നു. ഇനി എത്ര നമ്മൾ തൗബ ചെയ്താലും, നമ്മൾ എങ്ങനെ നമ്മൾ കുത്തിമറിഞ്ഞാലും, ജനങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മളെക്കുറിച്ച് പറയും, ആ പെണ്ണ് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനാണ്, അത് ഇന്ന ആളുമായിട്ട് വിവാഹത്തിൻ്റെ ശേഷമൊക്കെ ഭയങ്കര ബന്ധങ്ങളായിരുന്നു, അവസാന പ്രശ്നങ്ങളായി, ഭർത്താവ് ഒഴിവാക്കി, ആ പെണ്ണിൻ്റെ മോളാണ്, എങ്ങനെയെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ ഈ രൂപത്തിൽ നമ്മളെ ജീവിതാന്ത്യം വരെ നമ്മളെ വിടാതെ പിടികൂടും ആ കാര്യങ്ങൾ. അത് വെറുതെ പറയില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിടിക്കപ്പെടാതെ മുന്നോട്ട് പോകണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അഥവാ ഞാൻ പറഞ്ഞു വെച്ചത്, നമുക്ക് തെറ്റ് ചെയ്താൽ വരാനിരിക്കുന്ന വിപത്തുകൾ നമ്മൾ ഓർത്തു നോക്കുക. ഞാനിപ്പോൾ ഈ തെറ്റ് ചെയ്താൽ, എന്നെ പിടിക്കപ്പെട്ടാൽ എൻ്റെ ഭാര്യയുടെ ഇടയിൽ ഞാൻ വഷളാകും. മക്കളെങ്ങനെ ആളുകളുടെ മുഖത്തേക്ക് നോക്കും, മാതാപിതാക്കൾ അങ്ങനെ ആളുകളുടെ മുഖത്തേക്ക് നോക്കും. എല്ലാവരും പറയില്ലേ, അത് ഇന്ന ചെറുപ്പക്കാരൻ്റെ അപ്പയാണ് ഉമ്മയാണ്, അല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ ഉപ്പയാണ് ഉമ്മയാണ്, മക്കളാണ്. നമ്മുടെ മക്കളൊക്കെ അങ്ങാടിയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകളൊക്കെ നമ്മുടെ മക്കളെ കാണുന്നൊരു കണ്ണുണ്ട്. ഏതാണ് ആ കണ്ണ്? അതാ കള്ളുടിയൻ്റെ മോന, അല്ലെങ്കിൽ അതാ കള്ളൻ്റെ മോനോ, അല്ലെങ്കിൽ ആ മറ്റവനുമായി ബന്ധമുണ്ടായിരുന്നല്ലോ, ഭർത്താവ് ഗൾഫിലായിരുന്നല്ലോ, അപ്പം ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് മറ്റൊക്കെ ബന്ധമുണ്ടായിരുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൻ്റെ മോളാ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നമ്മുടെ ഫാമിലി മൊത്തം വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിപ്പെടുക. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്തു പോയാൽ വരാനിരിക്കുന്ന വിപത്തുകളെ, മാനക്കേടിന്, നഷ്ടത്തെ ഒക്കെ നമ്മളൊന്ന് മുൻകൂട്ടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നാം തെറ്റിൽ നിന്ന് നമ്മൾ പിന്മാറും. അങ്ങനെ നമ്മുടെ ഖൽബ് ശുദ്ധിയാവുകയാണ്. ഇനിയോ അവിടെ തന്നെ നമ്മൾ നോക്കി, നിങ്ങൾ ഈ തെറ്റുകളൊക്കെ ചെയ്യുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സുഖത്തിന് വേണ്ടിയല്ല, ഏതാനും നിമിഷങ്ങൾക്കുള്ള സുഖത്തിന് വേണ്ടി നമ്മൾ കാലകാലം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്. എന്തായാലും മരണം വരെ നമ്മൾ അത് പിടികൂടും. പിന്നെ നമ്മുടെ തൗബക്കനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി രണ്ടാമത് പറയുന്നത് മരണത്തെ ഓർക്കുക എന്നുള്ളതാണ്. നമ്മൾ തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാനും ഖൽബ് ശുദ്ധിയാവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു നമ്മളെ പടച്ചു, നമ്മളെ പരിപാലിച്ചു, ഇനി നമ്മൾ മരിക്കുമെന്നുള്ളത്, മരണം സംഭവിക്കുമെന്നുള്ളത് പൂർണ്ണമായി നമ്മൾ ഓർത്തെടുക്കുക. തെറ്റ് ചെയ്യാൻ കള്ള് ഷാപ്പിലേക്ക് പോകുമ്പോൾ, പടച്ചോനെ ഞാനിത് കുടിച്ച് തീരുന്നതിൻ്റെ മുമ്പ് ഞാൻ മരിക്കോ, അല്ലെങ്കിൽ ഇത് കുടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അപകടത്തിൽ വിട്ടിച്ച് മരണപ്പെടുമോ, എൻ്റെ അന്ത്യം മദ്യപാനിയായിട്ടായിരിക്കുമോ? ആലോചിച്ച് നോക്കിയാണേ. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മയ്യത്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് കഫൻ ചെയ്ത് മറമാടി, ഓക്കെ. പക്ഷേ ആളുകളൊക്കെ പറയും, അല്ല നമ്മളെ ഇന്നാലിനാള് മരിച്ചില്ല, അത്
ഇതിൽ അസുഖമൊന്നുമില്ലായിരുന്നു. പിന്നെ അതിങ്ങനെ കള്ളുടിച്ച് വണ്ടി ഇവിടെ കുത്തി മറിഞ്ഞ് വലിയ വേറെ വണ്ടിക്ക് തട്ടി അങ്ങനെ ആകെ എന്തായി നോക്കിയാണ് നിങ്ങൾ പാലിച്ചു നോക്കിയാണ് ആ പറയുന്ന വാക്കുകളൊക്കെ. ഖബറിൽ കിടക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥത കിട്ടുമോ? നമ്മുടെ മക്കളാണ് നമ്മൾ ആലോചിക്കണ്ടേ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് മരണത്തെ നമ്മൾ ആലോചിക്കാം, മരണത്തെ നമ്മൾ ഓർക്കാം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മരണത്തെ വിശാലമായി പറയേണ്ട കാര്യങ്ങളാണ്. എത്രയോ ആളുകൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടവർ, ഡോക്ടർമാർ രോഗിയെ ചികിത്സിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത് ഒക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കി നിങ്ങൾ, വീട്ടിൽ അന്യ സ്ത്രീയുടെ അടുക്കൽ വന്ന് രാത്രി കൂടെ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടത് മലപ്പുറം ജില്ലയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ മൊബൈലിലൂടെ കണ്ടുകൊണ്ട്, ഫോൺ വീഡിയോകൾ കണ്ടുകൊണ്ട്, മറ്റ് വിവസ്നരായ സ്ത്രീകളുള്ള വീഡിയോകൾ കണ്ടുകൊണ്ട്, സിനിമ കണ്ടുകൊണ്ട്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കാതെ മരണപ്പെട്ടു പോയ ചരിത്രം, സംഭവങ്ങളും നമ്മളുടെ കാലങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തെ നമ്മൾ ഓർക്കണം. എപ്പോഴാണ് നമ്മളെ മരണം പിടികൂടുക എന്നുള്ള ചിന്ത വേണം. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ മരണം എന്നെ പിടികൂടിയാൽ എൻ്റെ ആഖിബത്ത് മോശമായി പോകും, ഞാൻ നരകാവകാശിയായി മാറും. അതുകൊണ്ട് ഞാൻ തെറ്റിലേക്ക് പോകുന്നില്ല എന്നുള്ള ചിന്ത കൽബിലേക്ക് വന്നാൽ കൽബ് നന്നാവുകയാണ്. മൂന്നാമത് പറയുന്നു, നമ്മുടെ കൂട്ടുകെട്ടുകൾ നന്നാക്കണം. കൂട്ടുകെട്ടുകൾ നന്നാവുമ്പോഴാണ് നമ്മളും നന്നാവും. അങ്ങനെ നമ്മുടെ കൽബ് നന്നാവും. ഇന്നത്തെ കൂട്ടുകെട്ടിനെ കുറിച്ച് പറയാൻ ലജ്ജ തോന്നുകയാണ്. ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സുകളുടെയും കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. MDMA ആയിട്ട് ധാരാളം ആളുകളെ പിടികൂടുകയാണ്. പിടികൂടുന്നതിൽ പ്രധാനമായും ഇന്നത്തെ ചർച്ചകളിലൂടെ ഏറ്റവും കൂടുതൽ ഡ്രഗ്സുകൾ പിടിക്കപ്പെടുന്നത് മലപ്പുറം ജില്ലയിലത് മുസ്ലിങ്ങളെയാണ്. പേരുകളൊക്കെ നോക്കുമ്പോൾ മുസ്ലിം നാമധാരികളായ ആളുകളാണ്. ഇതിൻ്റെ പിന്നിൽ ചില ഒളി അജണ്ടകൾ നിൽക്കുന്നു എന്നുള്ള വസ്തുത മുസ്ലിം സമുദായം മറന്നുകൂടാ. കാരണം ഇതൊക്കെ പിടിക്കപ്പെടുമ്പോഴും ഇതിൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ നിൽക്കുന്ന, ഇതിൻ്റെ മേലാളന്മാര് മേലെ ഘടകത്തിൽ നിൽക്കുന്ന ആളുകളെ മുഴുവനും പരിശോധിക്കുമ്പോൾ അവരെ മുഴുവനും പിടിക്കപ്പെടുമ്പോൾ അതൊന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളല്ല, മറിച്ച് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് പിടിക്കപ്പെടുന്നത്. എന്നാൽ അങ്ങനെ അന്വേഷണങ്ങൾ നടന്നിച്ച് കൊണ്ടെത്തുന്നത് ഇതര സമുദായത്തിലെ ആളുകളിലേക്കാണെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലും അടുത്തുള്ള പ്രദേശങ്ങളിലും ജില്ലകളിലും പിടിക്കപ്പെടുന്ന മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാർ, ഇവർ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങളെ കെണിയിൽപ്പെടുത്താനും മുസ്ലിമീങ്ങളെ മുഴുവനും അതേ ജയിലിലടക്കാനുമുള്ള ട്രാപ്പുകളാണോ എന്ന് പോലും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മുസ്ലിം സമുദായം ഇന്ന് സമ്പത്തിന് വേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ കേരിയറുകളാക്കിക്കൊണ്ട് അവരിലൂടെ കച്ചവടം നടത്തി അവരെ പിടിക്കപ്പെടുമ്പോൾ അങ്ങനെ മുസ്ലിം യുവാക്കൾ ഇങ്ങനെ പിടിക്കപ്പെട്ട് മുസ്ലിം യുവാക്കളെ മുഴുവനും ജയിലിലടക്കപ്പെടുമ്പോൾ ഇവിടെ ചില ലക്ഷ്യങ്ങളും ചില ഉദ്ദേശങ്ങളോ ചില അജണ്ടകളും നിർവഹിക്കാൻ തീരുമാനമെടുത്ത ചില ആളുകളുണ്ട്. അവർക്കുള്ള ഒരു അവസ്ഥയായി അല്ലെങ്കിൽ അവർക്കൊരു അവസരമായി ഒരു താക്കോലായി നമ്മൾ മാറാൻ പാടില്ല എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇത് വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൂട്ടുകെട്ട് നന്നാവാതെ, കൂട്ടുകെട്ട് മോശമാകുമ്പോഴാണ് നമ്മൾ കണ്ടില്ല കൊലപാതകങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് 2025 നടക്കുന്നത്. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും വിദ്യാർത്ഥികൾ തമ്മിലുള്ള കൂട്ടപ്രശ്നങ്ങൾ, കൂട്ടത്തല്ലുകൾ, അതിൽ ചില ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ റാഗിങ്ങിൻ്റെ പേരിൽ പ്രയാസപ്പെടുത്തുന്നു. ഇന്ന് സംസ്കാരികമായി ഉന്നമനത്തിലെത്തേണ്ട വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരികമായി മുന്നേറേണ്ട ആളുകൾ തന്നെ മോശക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വെച്ചത്, നമ്മൾ നന്നാവണമെങ്കിൽ, ഹൃദയം ശുദ്ധിയാവണമെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നന്നാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഒഴിവ് സമയം ഇല്ലാതിരിക്കുക. ഒഴിവ് സമയം നമുക്കുണ്ടായി കഴിഞ്ഞാൽ തെറ്റുകളിലേക്ക് നമ്മൾ പോകും. നമ്മൾ മൊബൈൽ ഇങ്ങനെ എടുത്തു നോക്കും, അതിലോരോ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിങ്ങനെ കണ്ട് നമ്മുടെ ഹൃദയം മോശമായി പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത്, ഞാൻ പറഞ്ഞു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒഴിവ് സമയം നമുക്കില്ലാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ഒഴിവ് സമയങ്ങൾ കൊടുക്കാതെ നമുക്ക് ചില ടേസ്റ്റായ ചില കാര്യങ്ങളുണ്ടാകും, ചില വർക്കുകളായിരിക്കാം, ചില സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ
ഉണ്ടാക്കാൻ പറ്റുന്ന ജോലികൾ നമുക്ക് ചെയ്യാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ഒഴിവ് സമയങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കിയാൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് മാറാൻ സാധിക്കും. അങ്ങനെ ഖൽബ് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഖൽബ് ശുദ്ധിയാകുന്ന മറ്റൊരു കാര്യമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധ്യമാവുക എന്നുള്ളത്. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള വീട്, അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള വസ്ത്രങ്ങൾ, നമുക്ക് നൽകിയിട്ടുള്ള വാഹനങ്ങൾ, ഭക്ഷണങ്ങൾ, മക്കൾ, കുടുംബങ്ങൾ, ഇതിലെല്ലാം നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അല്ലാതെ മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട്, മുകളിലോട്ട് നോക്കിയിട്ട് നമ്മൾ അവനക്ക് അല്ലാഹു തആല അതൊക്കെ കൊടുത്തല്ലോ, എനിക്കതൊന്നും തന്നിട്ടില്ലല്ലോ എന്ന് പറയലല്ല. മറിച്ച് നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ടാണ്? നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക്. അവിടെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ദീനിന്റെ കാര്യത്തിൽ നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കലല്ല വേണ്ടത്, മറിച്ച് ഭൗതികമായ വിഷയങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക്. കാരണം എന്താണെന്നറിയോ? കാരണം നമ്മളെക്കാളും പാവപ്പെട്ടവര്, വീടില്ലാത്തവരുണ്ട്, എനിക്ക് വീടുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, മക്കളുണ്ട്, എനിക്ക് വസ്ത്രമില്ലാത്തവരുണ്ട്, ഒന്ന് മാറിയെടുക്കാൻ വസ്ത്രമില്ലാത്ത എത്രയോ ആളുകളെ, നമുക്ക് ധാരാളം വസ്ത്രങ്ങളുണ്ട്, സമ്പത്തില്ലാത്തവർ, നമുക്ക് കുറച്ചെങ്കിലും സമ്പത്തുണ്ട്. ഇങ്ങനെ നമ്മളെടുത്ത് ഉണ്ടാവുകയും താഴെ കൂട്ടരിലേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധ്യമാകും. അതേ സ്ഥാനത്ത് നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ, മേലെ ഉള്ള ആളുകളിലേക്ക് നോക്കിയാൽ ഒരു കാലത്തും നമ്മുടെ ആർത്തി തീരുകയില്ല, നമ്മുടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധ്യമാവുകയില്ല. ആർത്തി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം, ആ ആർത്തി മുഖേന നമ്മൾ പലതും നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി പോവുകയാണ്. അങ്ങനെ ഹൃദയം കേടുവന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും താഴെ കടയിലുള്ളവരിലേക്ക് നോക്കാതെ അത് മുകളിലോട്ട് തന്നെ നോക്കണം. ദുന്യാവിന്റെ കാര്യമാണോ അത് നമ്മൾ താഴോട്ട് നോക്കണം, മുകളിലോട്ട് നോക്കരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നോക്കി നിങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സ്വഭാവം നന്നാവുക എന്നുള്ളത്, നമ്മുടെ ഖൽബ് നന്നായാൽ തന്നെയാണ് നമ്മുടെ സ്വഭാവം നന്നാവുകയുള്ളൂ. ഈ ഖൽബൊക്കെ നന്നാവണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അഥവാ നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഒരു അടിമ ഫർളായ കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട അടിമകളുണ്ട്. അത് ചെയ്യേണ്ട ആളുകൾ ഫർളായ കർമ്മങ്ങൾ പൂർത്തിയാക്കാതെ, ആ ഫർളായ കർമ്മങ്ങൾ പൂർത്തിയാക്കാത്ത ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാവുകയില്ല എന്നുള്ളതാണ്. ഫർളായ കർമ്മങ്ങൾ, നമ്മൾ ആകെ 5 വക്ത് നിസ്കാരം, ഫർളാക്കപ്പെട്ട നിസ്കാരം നിസ്കരിക്കും, അത് തന്നെ നമ്മൾ അങ്ങോട്ട് ഒപ്പിച്ച് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്, അയൽവാസികളോട് ആദരവും ബഹുമാനം കാണിക്കുക എന്നുള്ളത്, ഇങ്ങനെ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാതെ നമ്മളിങ്ങനെ സ്വഭാവം നന്നാവും, നമ്മുടെ ഹൃദയം നന്നാവും, ഹൃദയം ശുദ്ധിയാവുമെന്ന് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കേണ്ടതില്ല, ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നോക്കി, നിങ്ങൾ ചില ആളുകളൊക്കെ കാണാൻ പറ്റും, ഈ നേതാക്കന്മാരായ ആളുകൾ, ഈ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, സംഘടനാ പ്രവർത്തകർ, വലിയ വലിയ നേതൃത്വം വഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരികയോ നമ്മുടെ നാട്ടിലൊരു പരിപാടിക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ബഹുമാനിച്ച്, അവരാദരിച്ച്, അവരെ കെട്ടിപ്പിടിച്ച്, അവരെ വല്ലാത്ത സൽക്കരിക്കുന്ന കുറേ ആളുകളെ കാണാൻ പറ്റും. പക്ഷേ ഇത് ചെയ്യുന്ന ആളുകൾ അവരെ വാപ്പാനെ കണ്ടാൽ ബഹുമാനിക്കൂല, ഉമ്മാനെ കണ്ടാൽ ബഹുമാനിക്കൂല. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴാണ് ഉമ്മ കയറി വരുന്നത്. എവിടെ? കാലും വെച്ച് നമ്മളിങ്ങനെ പേപ്പർ വെക്കുക. ഉമ്മ കയറി, ഉമ്മ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കാന്നല്ലാതെ ഉമ്മയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, വാപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വാപ്പ ഇങ്ങനെ വീട്ടിലേക്കും പ്രയാസപ്പെട്ട് കടന്നു വരുമ്പോൾ ഉപ്പാനെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട് ഒന്ന് ഉപ്പാനങ്ങോട്ട് കൈപ്പിടിച്ച് വീട്ടിലേക്ക് കയറ്റാൻ മടിയുള്ള നമ്മൾ വലിയ വലിയ ആളുകളൊക്കെ വരുമ്പോൾ അവരെന്തോ ഒരു ബഹുമാനമാണ്. മോനെ, നിന്റെ ഖൽബ് ശുദ്ധിയായിട്ടില്ല. കാരണം നീ ഇവിടെ നിർബന്ധമായി ചെയ്യേണ്ട കടപ്പാടുകളും കടമകളും വീട്ടേണ്ടതുണ്ടായിരുന്നു, അത് നീ വീട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ സ്വഭാവം നന്നായിട്ടില്ല, നിന്റെ ഖൽബ് ശുദ്ധിയായിട്ടില്ല. അതുപോലെ തന്നെയാണ് ചില ആളുകളെ കാണാൻ പറ്റും, വഅദിന്റെ മജ്‌ലിസ് നടത്തും, അതിന് എല്ലാ നേതൃത്വവും കൊടുക്കും. അഥവാ ആ പരിപാടി നടത്തേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാറ്റിനും മുമ്പന്തിയിലുണ്ട്. സ്റ്റേജ് കെട്ടാനും പ്രസംഗത്തിന് ആളെ വിളിക്കാനും എല്ലാറ്റിനും അവൻ മുമ്പന്തിയിലാണ്. വരുന്ന ഉസ്താദുമാർക്കും ഉസ്താദാത്യങ്ങൾക്കും അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും അവൻ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവൻ ഇശാ നിസ്കരിക്കുന്നില്ല. അതുപോലെ സുബഹിയുടെ സമയത്ത് വിളിച്ചാൽ അവൻ പറയും, ഇന്നലെ രാത്രി കുറേ നേരം, എത്ര നേരമായി ഇന്നലെ രാത്രിയൊക്കെ, സമയം ഒരുപാട് വൈകിട്ടാണ് വന്നത്, കുറച്ചും പാടെ ഞാൻ കിടന്നുറങ്ങട്ടെ, നിങ്ങൾ 9 മണിക്ക് എന്നെ വിളിച്ചോളി, എന്നിട്ട് നീച്ച് നിസ്കരിക്കാതെ. നഊദു ബില്ലാഹ്, ഇവൻ ഈ അധ്വാനിച്ചതൊക്കെ വെറുതെയായി പോവുകയാണ്. കാരണോ അവൻ്റെ ആ ഖൽബ് ശുദ്ധിയായിട്ടില്ല. കാരണോ ഇവൻ ഇവിടെ ഫർളായ കർമ്മങ്ങൾ അവൻ ഉപേക്ഷിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടാകും, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ചില ആളുകളെ കാണാൻ പറ്റും, നല്ല സംഭാവന കൊടുക്കും, പള്ളിക്കും മദ്രസക്കും വേണ്ടി ധാരാളം സംഭാവന കൊടുക്കും, 50,000 ലക്ഷങ്ങളും കൊടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ
അയൽവാസി, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന അയൽവാസി ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത്, സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന സമയത്ത് ഒരു രൂപ കൊടുത്തു പോലും സഹായിക്കൂല, അറിഞ്ഞാലും സഹായിക്കൂല. ആരെങ്കിലും എന്ന് പറഞ്ഞാൽ തന്നെ ഓനൊക്കെ എൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന അയൽവാസികളോടുള്ള കടമകളെ കുറിച്ച് പറയുന്നിടത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, അയൽവാസികളോടുള്ള കടമകൾ നിർവഹിക്കുന്നിടത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അവരോടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചുപോയി. അനന്തരസ്വത്തിൽ അയൽവാസികൾക്ക് അർഹതയുണ്ടാകുമോ എന്നിവരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അയൽവാസികളെ ബഹുമാനിക്കേണ്ടത്. അയൽവാസികൾക്ക് കൊടുക്കണം, അവരുടെ കടമകളും കടപ്പാടുകളും വീട്ടേണ്ടതുണ്ട്. നോക്ക്, നിങ്ങൾ നമ്മുടെ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ അയൽവാസിയുടെ വീട് ചെറുതാണ്. അയൽവാസിയുടെ വീടിന്റെ മുമ്പിൽ നമ്മൾ വീടെടുക്കുന്ന സമയത്ത് അയൽവാസിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന കാറ്റ് നമ്മുടെ വീട് കാരണം തടയുമെങ്കിൽ അവിടെ വീടെടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അയൽവാസിയുടെ വീട്, ആ വീടിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, അയൽവാസിയുടെ വീട്ടിൽ വെള്ളമില്ല, നമ്മുടെ വീട്ടിലാണ് വെള്ളമുള്ളതെങ്കിൽ അയൽവാസി എന്നും നമ്മുടെ വീട്ടിലേക്ക് വെള്ളത്തിന് വരുമ്പോൾ ഒരു ദിവസം അയൽവാസിയോട് പറയാണ്, ഇനി നീ വെള്ളം എടുക്കേണ്ടതില്ല, ഇനി ഇവിടുന്ന് വെള്ളം എടുക്കരുതെന്ന് പറയാൻ നമുക്ക് അർഹതയില്ല, അവകാശമില്ല എന്നുള്ളതാണ്. അയൽവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബന്ധങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്, ഒക്കെ നമ്മൾ വീട്ടേണ്ടവരാണ്. അതാ ഞാൻ പറഞ്ഞു വെച്ചത്, അയൽവാസികളായ ആളുകൾ പട്ടിണി കിടക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച നേതാവ്, ആ നേതാവിന്റെ മതമാണ് വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മൾ അതേ മഹലിന് നമ്മൾ ധാരാളം സമ്പത്ത് കൊടുക്കുന്നു, സംഭാവനകൾ കൊടുക്കുന്നു. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ, അവർ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുമ്പോൾ, ഓനെ നിന്റെ ഖൽബ് നന്നായിട്ടില്ല, നിന്റെ സ്വഭാവം നന്നായിട്ടില്ല, നീ ചെയ്യുന്നത് കൊണ്ടൊന്നും നിനക്കൊരു പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ചില ആളുകളെ കാണാൻ പറ്റും, കണ്ട ആലിമീങ്ങളോടും സയ്യിദന്മാരോടും സാദാത്യങ്ങളോടും ഒക്കെ ദുആ ചെയ്യാൻ പറയും. ഭയങ്കര ആത്മാർത്ഥമായ രൂപത്തിൽ അവർ കൈയൊക്കെ പിടിച്ച് മുത്തി അവരോട് ദുആ ഒക്കെ ചെയ്യാൻ പറയും. പക്ഷേ അവൻ കുടുംബബന്ധം പുലർത്തുന്നതിൽ അവൻ വളരെ പിന്നിലാണ്. നോക്കൂ, നിങ്ങൾ സ്വന്തം ഭാര്യയെ, സ്വന്തം വാപ്പായും ഉമ്മായും അസുഖമായി കിടക്കുമ്പോൾ ഒന്ന് പോയി വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ നിന്റെ വീട്ടിലേക്ക് പോവണ്ട എന്ന് പറഞ്ഞ് ശട്യം പിടിക്കുന്ന ആളുകളുണ്ട്. ഇവനാണ് എന്ത് സയ്യിദന്മാർ ആലിമീങ്ങളെ മുമ്പിൽ ചൊല്ലുമ്പോൾ നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണോ, നിങ്ങൾ എൻ്റെ ബിസിനസ് വിജയിക്കാൻ ദുആ ചെയ്യണോ എന്ന് പറഞ്ഞത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അവനൊരിക്കലും നല്ലവനല്ല, അവൻ്റെ സ്വഭാവം നന്നായിട്ടില്ല, അവൻ്റെ ഖൽബ് നന്നായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, ചില ആളുകളൊക്കെ കാണാൻ പറ്റും, ഭർത്താവിൻ്റെ ഭാര്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ വേണ്ടതുപോലെ പരിഗണിച്ചില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞേക്കാത്തവർ, ഇങ്ങനൊക്കെയുള്ള ആളുകൾ, ഇവരൊക്കെയാണ് കടമകളും കടപ്പാടുകളും വീട്ടാത്തവരാണോ? നിങ്ങളുടെ സ്വഭാവം ഒന്നും നന്നാവുന്നില്ല, നിങ്ങളുടെ ഖൽബ് നന്നാവുന്നില്ല. അത് നന്നാവാത്ത കാലത്തോളം നിങ്ങളുടെ ഒരു അവയവങ്ങളും നന്നാവൂല. ആ അവയവങ്ങളൊന്നും നന്നാവാത്ത കാലത്തോളം നിങ്ങളുടെ ഒരു കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കപ്പെടുകയില്ല. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അഹബ്ബുഹും ഇലയ്യ അഹ്സനുകും ഖുലുഖാ. നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അഹ്സനുകും ഖുലുഖാ. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ള ആളുകളാ, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവമുള്ള ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം നബി തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരാരാണെന്ന് അറിയുമോ? ഖിയാറുക്കും ലിഅഹ്ലിക്കും. അതെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരായ ആളുകൾ ലിഅഹ്ലിക്കും, നിങ്ങളുടെ അഹ്ലുകാർക്ക് നല്ലവരാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ചെന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഭർത്താവ് എന്ന്. അവർ പറയാണോ, ഭർത്താവ് ചോദിക്കല്ലേ, നിങ്ങൾ അയാളെ കൊണ്ട് വല്ലാത്ത ശല്യാണ്, അയാൾ നാട്ടിലോ ഭയങ്കര മാന്യനാണ്, നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, പക്ഷേ വീട്ടുകാർക്കിടയിൽ ഒരിക്കലും അയാൾ യോജിപ്പിലല്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, വാപ്പ മക്കളോട്, ഉമ്മയോട്, അതുപോലെ തന്നെ ഭാര്യയോട്, ഇങ്ങനെ നിരന്തരം ശണ്ട കൂടുന്ന ആളാണ്, എല്ലാറ്റിനും പ്രശ്നമുണ്ടാക്കുന്ന ആള്. വീട്ടുകാർക്കിടയിൽ മോശക്കാരനാണോ? അയാൾ ജനങ്ങൾക്കിടയിൽ എത്ര നല്ലവനായാലും ഹബീബായ തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്നിലേക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് അവരെയാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരാരാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ ഏറ്റവും ഹൈറാരാണോ, ഹൈറായവരാണ് എന്ന് പറയുകയാണ്. അപ്പം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാവണമെങ്കിൽ നമ്മൾ നല്ലവരാവണമെങ്കിൽ നമ്മളെ വീട്ടുകാർക്ക് നമ്മൾ നല്ലവരാവണം. അഥവാ നമ്മൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാവണം. അങ്ങനെയാകുമ്പോൾ നമ്മളെ വീട്ടുകാർ നമ്മളെ ഇഷ്ടപ്പെടും. അങ്ങനെ വീട്ടുകാരോട് നമ്മളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സമയം വീട്ടിലില്ലാതിരിക്കും, വീട്ടുകാർക്ക് ഭയങ്കര വിഷമം, അത് ഭാര്യക്കായാലും മക്കൾക്കായാലും വല്ലാത്ത വിഷമം, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവണം. മറ്റത് വീട്ടിലുണ്ടാകുമ്പോൾ കുറച്ചോനെ കുടുങ്ങിപ്പോയല്ലോ മനുഷ്യന്, സുബ്ഹാനല്ലാഹ്, അയാളൊന്ന് പുറത്തു പോയിരുന്നെങ്കിൽ സമാധാനമായിരുന്നു എന്ന് ഭാര്യയും മക്കളും ചിന്തിക്കുന്നൊരവസ്ഥയിൽ
മസാവിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ നല്ലവരാവുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല സ്വഭാവത്തിൻ്റെ ആളുകളെയാണ്. ആ ആളുകളെ തന്നെ നിങ്ങൾ നല്ല സ്വഭാവത്തിൻ്റെ ആളുകൾ ആരാണ്? വീട്ടുകാരോട് നല്ല രൂപത്തിൽ നിൽക്കുന്ന ആളുകളാണ്, അവരാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ചത്, നമ്മുടെ ഹൃദയം നന്നാവാതിരുന്നാൽ, നമ്മുടെ സ്വഭാവം നന്നാവാതിരുന്നാൽ, നമ്മുടെ എല്ലാ അമലുകളും, നമ്മൾ എന്ത് അമലുകൾ ചെയ്താലും അതിനൊന്നും അല്ലാഹു തആല സ്വീകരിക്കപ്പെട്ടോളണം എന്നില്ല. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം. നമ്മുടെ ഖൽബ് നന്നാക്കുക. നമ്മുടെ ബാഹ്യമായ നമ്മുടെ കണ്ണോ കാലോ കയ്യോ ഒന്നുമല്ല. ആ കണ്ണും കാലും കയ്യും ചെവിയും എല്ലാ അവയവങ്ങളും നന്നാവണമെങ്കിൽ ഖൽബ് നന്നാവണം. ആ ഖൽബ് നന്നായിട്ടുണ്ടോ നമ്മുടെ സർവ്വ അവയവങ്ങളും നന്നാവോ? എല്ലാ അവയവങ്ങളും നന്നായി എന്ന് പറഞ്ഞു, പക്ഷേ ഖൽബ് നന്നായിട്ടില്ലെങ്കിൽ അത് പച്ചക്കള്ളമാണ്. കാരണം ഖൽബ് നന്നാവാതെ ഒരു അവയവങ്ങളും നന്നാവുകയില്ല എന്നുള്ളതാണ്. അവയവങ്ങളെ കൊണ്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവാം, പല കാര്യങ്ങളും നല്ലത് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അതിലൊന്നും ആത്മാർത്ഥതയുണ്ടാവുകയില്ല, ഇഖ്ലാസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഖൽബ് നന്നാവണം എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ഉറപ്പെടുത്തുന്നു, നമ്മൾ നന്നാവാൻ, ഖൽബ് ശുദ്ധിയാവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മൾ ഉണ്ടാക്കുക, മുത്തുനബിയെ സ്നേഹിക്കുക. അങ്ങനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സംശുദ്ധമാവുകയാണ്. അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. അതോടൊപ്പം തന്നെ അവിടുന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തണം. ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല. ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക. നിസ്കാരം, ഒരൊറ്റ നിസ്കാരവും നമ്മൾ ഖളാ ആക്കാൻ പാടില്ല, ഒരൊറ്റ നിസ്കാരവും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൊബൈലിലൂടെ ചീത്തയായ ഹറാമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് സമയം കളഞ്ഞു കുളിക്കരുത്. അതുപോലെ തന്നെ വഞ്ചന നടത്തരുത്, കളവ് പറയരുത്. അതാ മുത്തുനബിയുടെ സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് വലിയ മഹബത്തുണ്ട്, സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് പറയുന്ന നമുക്ക് അതുണ്ടോ എന്നറിയണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നമ്മൾ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട്, അവിടെ നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എത്രത്തോളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഓരോരോ വ്യക്തിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യ പിന്തുടരണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തുനബിയോടുള്ള ബന്ധം നമ്മുടെ ഖൽബിനെ സംശുദ്ധമാക്കുക. അതോടെ നമ്മുടെ ഖൽബ് നന്നാവും. അങ്ങനെ ഖൽബ് നന്നായാൽ നമുക്ക് കർമ്മ എല്ലാ അവയവങ്ങളും നന്നാവുകയാണ്. അങ്ങനെ നാളെ നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളോട് കൂടെ നാളെ നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അതിന് പറ്റുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങളൊക്കെ അല്ലാഹു തആല പൂർണ്ണമായ ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ വിശുദ്ധമായ റമദാനിൽ അല്ലാഹു നൽകാമെന്ന് ഏറ്റിട്ടുള്ള മുഴുവൻ പ്രതിഫലങ്ങളും അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ നോമ്പും ഖുർആനും സക്കാത്തുകളും അതുപോലെ ദാനധർമ്മങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ. പ്രഷർ, പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് പോലത്തെ ജീവിതശൈലി രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. ഹാർട്ട് സംബന്ധമായി, വാൾവ് സംബന്ധമായി, കിഡ്നി സംബന്ധമായി, തലവേദന സംബന്ധമായി, ഊരവേദന, കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ശരീരമാകമാനം വേദന, ബാഹ്യമായ ആന്തരികമായ അവയവങ്ങളുടെ കേടുപാടുകൾ അല്ലാഹു മാസത്തിന്റെ ബറക്കത്തുണ്ട്, അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ബറക്കത്തുണ്ട് അല്ലാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു എല്ലാവരുടെ മുത്തുനബിയോട് കൂടെ നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ വന്ന എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹുവേ നീ ഹാസിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ ഖബൂലാക്കണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ നമ്മുടെ ഖൽബ് അല്ലാഹു സംശുദ്ധമാക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.